നമസ്കാരം. ഇന്നത്തെ ചില ചുരുക്കം വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ഭരണവിരുദ്ധ വികാരം എന്ന പ്രചരണം ലെവലേശം ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ലെന്നും ചേലക്കരയിലേത് തിളങ്ങുന്ന വിജയമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുപ്രചരണങ്ങളെയും കടന്നാക്രമണങ്ങളെയും ജനം മുഖവിലയ്ക്ക് എടുക്കില്ലെന്നും സർക്കാരിൻ്റെ ജനപിന്തുണയും അംഗീകാരവും കൂടുതൽ ദൃഢമാക്കുന്നതാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പാലക്കാട് വർഗീയതയ്ക്കെതിരെ വോട്ടുകൾ ലഭിച്ചെന്നും കൂട്ടിച്ചേർത്തു. മുനമ്പത്തെ താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുനമ്പം സമരസമിതിയുമായി ഓൺലൈനിൽ നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകിയത്. അതേസമയം സമരം നിർത്തണമെന്ന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മുനമ്പം സമരസമിതി തള്ളി. വഖഫ് ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഭൂമി ഒഴിവാക്കും വരെ നിരാഹാര സമരം തുടങ്ങുമെന്നാണ് സമരസമിതി അറിയിച്ചു. ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കുമെന്ന് ഓൺലൈൻ യോഗത്തിൽ മുഖ്യമന്ത്രിയോട് അറിയിച്ച സമരക്കാർ നേരിട്ട് ചർച്ച നടത്തണമെന്നും ആവശ്യപ്പെട്ടു. വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രിയങ്കാഗാന്ധി തന്നിലർപ്പിച്ച വിശ്വാസത്തിനും സ്നേഹത്തിനും നന്ദിയുണ്ടെന്നും ഈ വിജയം നിങ്ങൾ ഓരോരുത്തരാണെന്നും പ്രിയങ്കാഗാന്ധി എക്സിൽ കുറിച്ചു. നിങ്ങളുടെ സ്വപ്നങ്ങളും പോരാട്ടങ്ങളും മനസ്സിലാക്കുന്ന ഒരാളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് ഉറപ്പുവരുത്തുമെന്നും പാർലമെന്റിൽ വയനാടിൻ്റെ ശബ്ദമാകുമെന്നും പ്രിയങ്കാഗാന്ധി കുറിപ്പിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയമാണ് നേടിയെന്നും വോട്ടർമാർക്ക് നന്ദി അറിയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഷാഫി പറമ്പിൽ 2020 വിജയിച്ചതിൻ്റെ 5 ഭൂരിപക്ഷത്തിനാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതെന്നും 18,000 എന്ന ഭൂരിപക്ഷം ബി.ജെ.പിയുടെയും സി.പി.എമ്മിൻ്റെയും തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചവർ കൂടി അവകാശപ്പെട്ടാണെന്നും സതീശൻ പറഞ്ഞു. ജനങ്ങൾ യു.ഡി.എഫിനൊപ്പമാണെന്ന് തെളിയിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ പരാജയത്തിലും വോട്ട് ചോർച്ചിലുമുണ്ടായ കെ സുരേന്ദ്രനെതിരായ ഒളിയമ്പുമായി ബി.ജെ.പി നേതാക്കൾ. പാലക്കാട് സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർന്ന് സന്ദീപ് ബജസ്പതി ഫേസ്ബുക്കിൽ കുറിച്ചു. ബി.ജെ.പിയുടെ മേൽക്കൂര ശക്തിപ്പെടുത്തണമെന്ന് ബി.ജെ.പി നേതാവ് എൻ ശിവരാജൻ പറഞ്ഞു. സംഘടന വീഴ്ചയുണ്ടായിട്ടുണ്ടോയെന്ന് കെ സുരേന്ദ്രനോട് ചോദിക്കണമെന്നായിരുന്നു ബി.ജെ.പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന് പിന്നാലെ വേറിട്ട ആഘോഷവുമായി പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പാലക്കാട്ടെ സി.പി.എമ്മിന് നീല ട്രോളി ബാഗ് പാഴ്സൽ അയച്ചുകൊണ്ടാണ് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന്റെ വിജയം ആഘോഷിച്ചിട്ടുള്ളത്. പാലക്കാട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് പ്രവർത്തകർ ട്രോളി ബാഗ് കൊടുത്തു വിട്ടത്. ബി.ജെ.പിയെയും കെ സുരേന്ദ്രനെയും പരിഹസിച്ച സന്ദീപ് വാര്യർ. ബി.ജെ.പി ഓഫീസിനെ കുറിച്ചാണെങ്കിൽ ചെകുത്താൻ കയറിയ വീട് എന്ന് പാടാം എന്നായിരുന്നു സന്ദീപ് വാര്യരുടെ പരിഹാസം. സന്ദീപിനൊപ്പം ആര് പോയി എന്ന കെ സുരേന്ദ്രന്റെ ബി.ജെ.പി സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാറിന്റെയും ചോദ്യത്തിന് രജനീകാന്തിന്റെ ഡയലോഗ് ഉപയോഗിച്ചാണ് സന്ദീപ് വാര്യർ മറുപടി പറഞ്ഞത്. കണ്ണ പന്നീങ്ക താൻ കൂട്ടമാ വരും, സിംഗം സിംഗള താൻ വരുമെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ ഡയലോഗ്. ഭരണവിരുദ്ധ വികാരം ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് എൽ.ഡി.എഫ് അവകാശവാദം ജനങ്ങളെയും ജനവിധിയെയും അപഹസിക്കുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. കെ.പി.സി ആസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിയങ്കാഗാന്ധി നേടിയ വിജയം മോദി പിണറായി സർക്കാരുകൾക്കെതിരായ ശക്തമായ താക്കീതാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പുകളിലെ ജനവിധി അംഗീകരിക്കുന്നുവെന്നും സർക്കാരിന് അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായിരിക്കുകയെന്നും എൽ.ഡി.എഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. പാലക്കാട്ടെ യു.ഡി.എഫിന്റെ വിജയം വർഗീയ ശക്തികളെ കൂട്ടിപ്പിടിച്ചാണെന്നും സരൺ ഇടതുപക്ഷത്തിന് മുതൽക്കൂട്ടാവുമെന്നും ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. ജനങ്ങൾ ബി.ജെ.പിയുടെ നടുവൊടിച്ചെന്നും ഇനി ഈ പാർട്ടി കേരളത്തിൽ തലപൊക്കില്ലെന്നും കെ.പി.സി പ്രസിഡന്റ് കെ സുധാകരൻ എം.പി. ബി.ജെ.പിയുടെ വർഗീയ പ്രചരണത്തിനും പണക്കൊഴുപ്പിനും ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ലെന്നും വർഗീയതയിലൂന്നിയുള്ള പ്രചരണം കൊണ്ട് മഹാരാഷ്ട്രയിൽ ബി.ജെ.പി നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ മതേതര മണ്ണാണെന്ന് ബി.ജെ.പി തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് മഴവിൽ സഖ്യം എന്ന എം.വി. ഗോവിന്ദന്റെ പ്രതികരണം വിചിത്രമെന്ന് ലീഗ് നേതാക്കളായ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും. തകർപ്പൻ ജയം ചെറുതാക്കാനും മോശമാക്കി ചിത്രീകരിക്കാനുള്ള പ്രതികരണം ജനങ്ങൾ ചിരിച്ചു തള്ളുമെന്നും അവർ പറഞ്ഞു. പത്രങ്ങളിൽ ഇടതുമുന്നണി നൽകിയ വർഗീയ വിഷലുപ്ത പ്രചരണം ജനങ്ങളെ രോഷാകുലരാക്കിയെന്നും വർഗീയ പ്രചരണം ജനങ്ങൾ അംഗീകരിക്കില്ല എന്നതിന്റെ തെളിവാണ് ഈ ജനവിധിയെന്നും അവർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം പാലക്കാട് നേരത്തെ നടത്തിയ റോഡ് ഷോയ്ക്കിടെ കോൺഗ്രസ് നേതാവ് പി.സി. വിഷ്ണുനാഥ് കുഴഞ്ഞു വീണു. രാഹുൽ മാങ്കൂട്ടത്തിൽ, വി. കെ. ശ്രീകണ്ഠൻ എം.പി., സന്ദീപ് വാര്യർ, പി.കെ. ഫിറോസ്, ഷാഫി പറമ്പിൽ തുടങ്ങിയവർക്കും തുറന്ന ജീപ്പിൽ കയറി വിജയം ആഘോഷിക്കുകയാണ് പി.സി. വിഷ്ണുനാഥിന് ദേഹാസ്വസ്ഥ്യമുണ്ടായത്. ജില്ലാ ആശുപത്രികളിൽ ചികിത്സ തേടിയ പി.സി. വിഷ്ണുനാഥ് ആരോഗ്യനില തൃപ്തികരമായതിന് പിന്നാലെ വീണ്ടും ആഘോഷത്തിൽ പങ്കെടുത്തു. പ്രിയങ്കാഗാന്ധിക്ക് വൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് കെ.സി. വേണുഗോപാൽ. ഗോവിന്ദൻ മാഷിന്റെ മുഖത്ത് ബി.ജെ.പി തോറ്റതിന്റെ വിഷമമാണെന്നും കെ.സി. വേണുഗോപാൽ പരിഹസിച്ചു. ബി.ജെ.പിയെ തോൽപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് എം.വി. ഗോവിന്ദൻ ചെയ്യേണ്ടതായിരുന്നുവെന്നും വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ 26-27 തീയതിയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഹത്രാസിൽ ഫുഡ് ഗോഡൌണിൽ തളിച്ച കീടനാശിനി ശ്വസിച്ച് 100ലധികം കുരങ്ങുകൾ ചത്തെന്ന് പോലീസ്. ജഡം രഹസ്യമായ വലിയ കുഴിയിൽ കുഴിച്ചിട്ടായും പോലീസ് പറയുന്നു. കുഴിച്ചിട്ട ജഡം മൃഗഡോക്ടറെ സംഘം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയം ഉറപ്പിച്ച പിന്നാലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം അവകാശപ്പെടുന്ന അതിദയനീയമായ തോൽവി ഏറ്റുവാങ്ങിയ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും കഴിഞ്ഞില്ലേക്കെന്ന് റിപ്പോർട്ടുകൾ. മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാരിന്റെ മുന്നേറ്റം അമ്പരിപ്പിക്കുന്നതാണെന്ന് വിലയിരുത്തൽ. വെറും 8 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് BJP സഖ്യം 3/2 ഭൂരിപക്ഷം നേടി അധികാരത്തിൽ നിലനിർത്തിയത്. മഹാരാഷ്ട്രയിലെ ഏറ്റ തിരിച്ചടിയിൽ വൈകാരികമായി പ്രതികരിച്ച ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JMM നേതൃത്വമുള്ള ഇന്ത്യൻ സംഘം ഭൂരിപക്ഷത്തിലെത്തിയതിന് പിന്നാലെ മക്കളോടൊപ്പമുള്ള ഫോട്ടോ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എൻ്റെ ശക്തി എന്നാണ് മക്കളുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയത്. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിക്ക് ബീഹാറിലെ 4 നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ച 3ഇടത്തും കെട്ടിവെച്ച കാശ് നഷ്ടമായി. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ എലോൺ മാസ്കുള്ള സ്വാധീനത്തിൽ വലിയ ഉത്കണ്ഠ പ്രകടിപ്പിച്ച് മുൻ ജർമ്മൻ ചാൻസലർ എഞ്ചലെ മെർക്കർ ഡേ സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഓർമ്മക്കുറിപ്പുകൾ ഉദ്ധരിച്ച് ദി ഗാർഡിയനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഓസ്ട്രേലിയക്കെതിരെയുള്ള 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച ലീഡിലേക്ക് 46 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടിയ ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ ഓപ്പണർമാരായ SSC ജയ്സ്വാളിന്റെയും KL രാഹുലിന്റെയും അർദ്ധ സെഞ്ചുറികളുടെയും കരുത്തിൽ 2ാം ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ 2ാം ഇന്നിംഗ്സിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 172 റൺസ് എടുത്തിട്ടുണ്ട്. 90 റൺസുമായി SSC ജയ്സ്വാളും 60 റൺസോടെ KL രാഹുലും ക്രീസിലുണ്ട്. 10 വിക്കറ്റ് കയ്യിലിരിക്കെ ഇന്ത്യക്ക് ഇപ്പോൾ 218 റൺസിന്റെ ആകെ ലീഡുണ്ട്. നേരത്തെ 67-7 എന്ന നിലയിൽ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടർന്ന ഓസീസ് 104 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ബോളിവുഡ് താരം സഞ്ജയ് ദത്ത് പങ്കാളിത്തമുള്ള പ്രീമിയം സ്കോച്ച് വിസ്കി ബ്രാൻഡായ ദ ഗ്ലൗസ്കോന്റെ വിപണി വിഹിതത്തിൽ വൻ വർധന. ജയം രവിയും നിത്യമേനോനും പ്രധാന വേഷത്തിലെത്തുന്ന കാതലിക്ക നിറമിലെ എന്ന ചിത്രത്തിന്റെ ഗാനം എത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.